إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله. പ്രിയമുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഒക്കെയായി ഉള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാഹി സെൻറ്റർ സമ്മർ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന പരിപാടിയിൽ, നമ്മുടെ ഈ ഏരിയയുടെ പരിപാടിയിലാണ്, പ്രോഗ്രാമിലാണ് നമ്മളെല്ലാം ഒത്തു കൂടിയിട്ടുള്ളത്. ഇസ്ലാമും സംസ്കരണവുമായി, തസ്കിയത്തുമായി ബന്ധപ്പെട്ട കുറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറയുന്നത് സംസ്കരണത്തിന്, മനുഷ്യൻ്റെ വിശുദ്ധിക്ക്, ആത്മവിശുദ്ധിക്ക് മുൻഗണന കൊടുത്ത, അതുപോലെ പ്രാധാന്യം കൊടുത്ത മതമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ അത് നിറഞ്ഞു നിൽക്കുന്നത് കാണാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആ ഒരു വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്നത് കാണാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്തിൽ എന്തെല്ലാം വേണ്ടാത്തരങ്ങൾ, എന്തെല്ലാം അരാജകത്വങ്ങളിൽ, എന്തെല്ലാം അധാർമികതകളിൽ കഴിഞ്ഞുകൂടിയവരായിരുന്നു അവർ. ഒരു കാലത്തും ആ ജനത നന്നാവുകയില്ല എന്ന് പറയപ്പെട്ടിരുന്ന ഒരു സമയം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന ആ കാലഘട്ടത്തെ പറ്റി ജാഹിലിയത്ത് എന്ന് പോലും പറയപ്പെട്ട അജ്ഞാന യുഗം, അന്ധകാരത്തിൻ്റെ കാലഘട്ടം എന്ന് പറയപ്പെട്ട ആ ഒരു നാടും ആളുകളും, അവിടെ നിന്ന് ലോകത്തിന് മുമ്പിൽ പ്രകാശം പരത്തുന്ന, ലോകത്തിന് മുമ്പിൽ മാതൃകയാകാവുന്ന ആളുകളാക്കി ഇസ്ലാം അവരെ മാറ്റി. ആ ഒരു ആത്മവിശുദ്ധി കൈവരിക്കുകയും കൈവിടാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ ഖുർആനിലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും തസ്കിയത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തസ്കിയത്ത് എന്ന് പറയുമ്പോൾ പ്രധാനമായും രണ്ടർത്ഥങ്ങൾ അതിനുണ്ട്. ഒന്ന് അത്തത്വഹീർ, ശുദ്ധീകരണം എന്നാണ്. മറ്റൊന്ന് അസിയാദ അല്ലെങ്കിൽ അന്നമാ എന്ന് പറയും, വർദ്ധനവ്, വളർച്ച എന്നൊക്കെ. എന്ന് വെച്ചാൽ അത്തത്വഹുറു മിൻ കുല്ലി റിജ്സിൻ വദനസിൻ, എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും വേണ്ടാത്തരങ്ങളിൽ നിന്നും ശുദ്ധിയാവുക എന്നതാണ് അതിൻ്റെ ഒരു ഭാഗം. മറ്റൊന്ന് തൻമിയത്തുഹാ ബിസിയാദത്തിഹാ ബിൽ ഔസാഫിൽ ഹമീദ, സ്തുത്യർഹമായ മഹത്തരമായ ഗുണവിശേഷണങ്ങൾ കൊണ്ട് മനസ്സിൻ്റെ ശുദ്ധി കൈവരിക്കുക എന്നതാണ് അതിൻ്റെ മറ്റൊരു തലം. വ്യക്തിജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിൽ ആത്മസംസ്കരണം നേടുക അഥവാ തസ്കിയത്ത് നേടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. പ്രവാചകന്മാരഖിലവും
നിയോഗിക്കപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ ശുദ്ധീകരിച്ചെടുക്കുക എന്നതായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്നിടത്തും അത് പ്രത്യേകം ഊന്നി പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൻ്റെ അടുത്തേക്ക് പോകാനും അള്ളാഹുവിനെ അവന് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കാനും പറയുന്നുണ്ട്. അവിടെ റബ്ബ് പറയുന്നുണ്ട്, അവനൊരു പക്ഷേ വിശുദ്ധി കൈവരിച്ചേക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് കൊടുക്കുന്ന കൽപ്പന ഇങ്ങനെയാണ്: ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. നീ ഫിർഔനിൻ്റെ അടുത്തേക്ക് പോവുക, തീർച്ചയായും അവൻ ധിക്കാരിയായിരിക്കുന്നു, അഹങ്കാരിയായിരിക്കുന്നു. ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക. എന്നിട്ട് നീ അവനോട് ചോദിക്കണം, നീ വിശുദ്ധി കൈവരിക്കാൻ തയ്യാറാണോ? നീ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാണോ? വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ഷ. എങ്കിൽ നിനക്ക് ഞാൻ മാർഗം കാണിച്ചു തരാം, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം, നിനക്ക് ഭയപ്പെട്ട് ജീവിക്കാം, റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാം എന്ന മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനോട് പറയുകയാണ്. അങ്ങനെ പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ഫിർഔനിന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അതുപോലെ തന്നെ ആ ദൗത്യം നിർവഹിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മഹാപ്രവാചകൻ്റെ നിയോഗ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നോക്കുക. പ്രവാചക നിയോഗം ഒരനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വചനം തുടങ്ങുകയും ആ സമൂഹത്തിന് ദൈവിക വചനങ്ങൾ ഓതിക്കൊടുക്കാനും ആ ജനതയെ ശുദ്ധീകരിക്കാനും ആ ജനതയ്ക്ക് വേദഗ്രന്ഥത്തെ പരിചയപ്പെടുത്തി കൊടുക്കാനുമാണ് പ്രവാചക നിയോഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആല ഇംറാനിലെ 164-ാം വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിക്കുക വഴി ആ പ്രവാചകനെ ഏൽപ്പിച്ച പണിയെന്താ? യത്ലു അലൈഹിം ആയാതിഹി. അല്ലാഹുവിൻ്റെ വചനങ്ങൾ ആളുകൾക്ക് ഓതിക്കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. വയുസക്കീഹിം. ആ ജനങ്ങളെ സംസ്കരിക്കുക. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. വേദഗ്രന്ഥവും വിജ്ഞാനവും ആ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എന്തായിരുന്നു ആ ജനതയുടെ പൂർവികമായ അവസ്ഥ? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിൽ, അറിവില്ലായ്മയിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇതൊരനുഗ്രഹമാണ്. ആ ജനങ്ങൾക്ക് കിതാബ് പഠിപ്പിച്ചു കൊടുക്കാനാണ്, അറിവ് പകർന്നു കൊടുക്കാനാണ്, ആ ജനതയെ ശുദ്ധീകരിക്കാനാണ് പ്രവാചകരെ താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഞാൻ എന്തിന് നിയോഗിക്കപ്പെട്ടു? ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ സ്വാലിഹൽ അഖ്ലാഖ്. മഹനീയമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ എൻ്റെ റബ്ബ് നിയോഗിച്ചിട്ടുള്ളത് എന്ന്. ആ പൂർത്തീകരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ്. യാത്രക്കിടയിൽ അവൻ എവിടെയെങ്കിലും ഒരു തണൽ കണ്ടാൽ ആ തണലിൽ അല്ലെങ്കിൽ ആ വെയിറ്റിംഗ് ഷെഡിൽ അവിടം കൊണ്ട് യാത്ര അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. മറിച്ച് അവൻ എവിടെയാണോ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അവൻ എത്തിച്ചേരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ വിജയത്തിന് അനിവാര്യമാണ് തസ്കിയത്ത് നേടുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അത് അങ്ങനെ തന്നെ പറഞ്ഞു. വിജയിക്കുന്നവനാരാ? പരാജയപ്പെടുന്നവനാരാ? ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിക്കുക. മൻ സക്കാഹ,
മനസ്സിനെ ശുദ്ധീകരിച്ചവനാണ്. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലിനമാക്കിയവൻ, അതിൽ അഴുക്ക് തേച്ചവൻ, അവൻ പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. സ്വർഗത്തിൻ്റെ ഉന്നതമായ പദവികളിൽ എത്തിച്ചേരുന്നവർ ആരാണ്? അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞത് ആരെയാണെന്ന് നോക്കൂ. സ്വർഗത്തിൻ്റെ ഉന്നതമായ തലങ്ങളിൽ എത്തിച്ചേരുന്നവരാരാ? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വമൻ യഅതിഹി മുഅ്മിനൻ ഖദ് അമില സ്വാലിഹാതി ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ. വമൻ യഅതിഹി മുഅ്മിനൻ, അല്ലാഹുവിൻ്റെ അടുത്ത് ആരെങ്കിലും മുഅ്മിനായി എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും മുഅ്മിനായി തീരുകയും ഖദ് അമില സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ, അവരുന്നതമായ പദവികളായിരിക്കും. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, അവർ സ്വർഗത്തിലെ സ്ഥിരവാസത്തിൻ്റെ തോപ്പുകളിലാണ്. അവരുടെ ആ ഭവനങ്ങൾക്കടിയിലൂടെ നദികൾ, അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത്രയല്ല പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ ചേർക്കുന്നു, വസാലിക ജസാഉ മൻ തസക്കാ. ആർക്കാണ് അല്ലാഹു ഈ പ്രതിഫലം കൊടുക്കുക? തസ്കിയത്ത് നേടിയവൻ, ആത്മവിശുദ്ധി നേടിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പ്രതിഫലം നൽകുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മാത്രമല്ല മനുഷ്യന് ആത്മവിശുദ്ധി ലഭിക്കുക എന്നത് തന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഇന്ന സകാത്ത നഫ്സി മിന്നത്തുൻ യുക്രിമുല്ലാഹ്, അള്ളാഹു ഒരാളെ ആദരിച്ചുകൊണ്ടും അള്ളാഹു ഒരാളെ ബഹുമാനിച്ചുകൊണ്ടും അവൻ നൽകുന്ന അവൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗം കൂടിയാണ് ആത്മവിശുദ്ധി എന്ന് പറയുന്നത്. നമ്മുടെ പരിശ്രമം കൊണ്ട് മാത്രം അത് ലഭിക്കുന്നതല്ല എന്നാണ് സൂറത്ത് നൂറിലെ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂറത്ത് നൂറിലെ 21-ാം വചനത്തിലൂടെ അള്ളാഹു പറയുകയാണ്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മ മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ, വറഹ്മത്തുഹു, അവൻ്റെ കാരുണ്യം നിങ്ങളിൽ വർഷിച്ചില്ലായിരുന്നുവെങ്കിൽ, മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിൽ ഒരാളും ഒരിക്കലും വിശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ തസ്കിയത്ത് നൽകുന്നു, വിശുദ്ധി നൽകുന്നു. കണ്ടോ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് റബ്ബ് പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അത് ലഭിക്കാൻ ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്കിയത്ത് നഫ്സിന് വേണ്ടി, ആത്മവിശുദ്ധി നേടുവാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വ മൗലാഹാ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ, അല്ലാഹുവേ എൻ്റെ നഫ്സിനെ, എൻ്റെ ആത്മാവിന് നീ തഖ്വ പ്രദാനം ചെയ്യണേ. വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, അല്ലാഹുവേ എൻ്റെ ആത്മാവിന് നീ വിശുദ്ധി പ്രദാനം ചെയ്യണേ, നീയാണ് വിശുദ്ധി നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ. അൻത വലിയുഹാ വ മൗലാഹാ, അള്ളാഹുവിനെ അവിടെ മഹത്വപ്പെടുത്തുകയാണ്. അള്ളാഹുവേ, നീയാണ് എൻ്റെ രക്ഷാധികാരി, നീയാണ് എൻ്റെ മൗല. ആ പ്രാർത്ഥന നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള മഹത്തായ പ്രാർത്ഥനകളിൽ ഏറെ എണ്ണപ്പെടുന്ന മുഖ്യമായ ഒരു പ്രാർത്ഥന കൂടിയാണ് ആ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആത്മസംസ്കരണത്തിൻ്റെ അർത്ഥതലങ്ങളും അതിൻ്റെ മഹത്വവും, അതുപോലെ തന്നെ യഥാർത്ഥ തസ്കിയത്തിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളും, തസ്കിയത്ത് നേടുക വഴി ലഭിക്കുന്ന നേട്ടങ്ങളും എല്ലാം നമ്മൾ അറിയണം. അത് നമ്മളെ യഥാർത്ഥ വിജയത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ തസ്കിയത്തു നഫ്സിൻ്റെ, ആത്മവിശുദ്ധിയുടെ പ്രസക്തി പല നിലയ്ക്കും പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ അവർ പ്രധാനമായും എണ്ണുന്ന ഒരു പോയിന്റ് ഇതാണ്. അതായത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഷംസ് എന്ന അധ്യായം, സൂറത്ത് ഷംസ് നമുക്കൊക്കെ അറിയുന്നതാണ്.
11 കാര്യങ്ങളെ പിടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തിന്റെ ആരംഭത്തിൽ സത്യം ചെയ്യുന്നു. വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ. അങ്ങനെ തുടങ്ങി 11 കാര്യങ്ങളെ പിടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തതിന് ശേഷം പിന്നെ അല്ലാഹു പറയുന്ന പരമപ്രധാനമായ കാര്യം എന്താണെന്നറിയോ? ഖദ് അഫ്ലഹ മൻ സക്കാഹ. അതിന്റെ ജവാബ് അതാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. മനസ്സിനെ വിശുദ്ധമാക്കിയവൻ അവൻ മാത്രമാണ് വിജയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രസ്താവന നടത്തിയത് 11 കാര്യങ്ങളെ പിടിച്ച് സത്യം ചെയ്തിട്ടാണെന്ന് പറയുമ്പോൾ ആത്മവിശുദ്ധി നേടുക എന്നത് പരലോകം ലക്ഷ്യം വെക്കുന്ന ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രധാനമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ തസ്കിയത്തുൻ നഫ്സിന്റെ പ്രസക്തി പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നതിൽ രണ്ടാമതായി സൂചിപ്പിക്കുന്ന ഒന്ന്, മനുഷ്യന്റെ മനസ്സ് എപ്പോഴും അരുതാത്തതിലേക്ക് ചാടാൻ വെമ്പിക്കൊണ്ടിരിക്കും. ഒരു തെറ്റ് ചെയ്യരുത് എന്ന് നമ്മൾ തീരുമാനിക്കും, ഉറച്ച പ്രതിജ്ഞയെടുക്കും, പിന്നെയും ആ തെറ്റിലേക്ക് നമ്മൾ പോയി ചാടും. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ വീണ്ടും ആ തെറ്റിലേക്ക് ചാടും, പിന്നെയും നമ്മൾ തീരുമാനിക്കും ഇനി ആ തെറ്റ് ചെയ്യരുത് എന്ന്. പക്ഷേ വീണ്ടും അതിനുള്ള സാഹചര്യം ഒരുങ്ങുമ്പോൾ നമ്മൾ വീണ്ടും ആ തെറ്റിലേക്ക് ഇങ്ങനെ പോയി വീണുകൊണ്ടേയിരിക്കും. അതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടെയുള്ള പിശാചിനറിയാം നമ്മുടെ ദൗർബല്യം എന്താണ് എന്ന്. ഏത് കാര്യത്തിലാണ് നമ്മുടെ ദൗർബല്യം എന്ന് അവന് ശരിക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ആ ദൗർബല്യത്തെ ശരിക്ക് മുതലാക്കി നമ്മളെ നരകത്തിൻ്റെ ആ കുണ്ടിൽ കൊണ്ടുപോയി ചാടിക്കാൻ അവൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പൈശാചികമായ ദുർബോധനങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ജാഗ്രതയുണ്ടാവണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. മനസ്സിനെന്താണ് ഫുജൂർ, എന്താണ് തഖ്വ എന്ന് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും മാർഗം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ധർമ്മത്തിൻ്റെ ധാർമ്മികതയുടെ മാർഗത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥന കൂടിയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി വഖിനി ശർറ നഫ്സി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി. അല്ലാഹുവേ, എൻ്റെ മനസ്സിൽ എപ്പോഴും സന്മാർഗത്തിൻ്റെ ആ കാര്യം നീ എനിക്ക് എപ്പോഴും തോന്നിപ്പിച്ചു തരണേ. സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ആ ഒരു ഇൽഹാമായിരിക്കണം എൻ്റെ മനസ്സിന് നീ നൽകേണ്ടത്. വഖിനി ശർറ നഫ്സി. അല്ലാഹുവേ, എൻ്റെ നഫ്സിനെ നശിപ്പിച്ച് കളയുന്ന, അതിനെ മലിനമാക്കി കളയുന്ന എന്തെല്ലാം ഷർറുകളുണ്ടോ അതിൽ നിന്നെല്ലാം നീ എന്നെ കാത്തുകൊള്ളണേ എന്നുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന കൂടിയാണ്. മൂന്നാമതായി എന്താണ് തസ്കിയത്തുൻ നഫ്സിന്റെ മഹത്വം? അന്നഹാ ഷർതു ദുഖൂലിൽ ജന്ന. സ്വർഗപ്രവേശനത്തിന്റെ ഷർത്താണ് ആത്മസംസ്കരണം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. 2-3 കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞത്. അവന് സ്വർഗമുണ്ട്. ആർക്കാണ് സ്വർഗമുള്ളത്? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി. അല്ലാഹുവിൻ്റെ മുമ്പിൽ നാളെ മഹ്ശറിൽ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കേണ്ടി വരും, അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്നുള്ള ബോധം. എനിക്കെൻ്റെ റബ്ബ് ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങളെ പറ്റിയും എൻ്റെ റബ്ബ് ചോദിക്കും, അതിന് ഞാൻ ജവാബ് നൽകേണ്ടി വരും എന്നുള്ള ബോധം, ആ മഹ്ശറിൽ നിൽക്കേണ്ടി വരും എന്ന പേടി. വനഹൻ നഫ്സ അനിൽ ഹവ. ആത്മാവിലേക്ക് ചേർത്ത് അല്ലാഹു പറയുകയാണ്, ദേഹേച്ഛ. ആ ദേഹേച്ഛ നമ്മളെ വിളിക്കുന്നതും ക്ഷണിക്കുന്നതും അരുതായ്മകളിലേക്കാണ്. അള്ളാഹ് എന്തെല്ലാം വിലക്കിയിട്ടുണ്ടോ ആ വിലക്കുകൾ പൊട്ടിച്ചെറിയാനാണ് എന്ത് ചെയ്യുക? നമ്മുടെ ദേഹേച്ഛ നമ്മളെ വിളിക്കുക, ക്ഷണിക്കുക. വിശുദ്ധ ഖുർആനിൽ കാര്യമായി ഒരേ ഒരു കാര്യമാണ് അള്ളാഹു കുടിക്കരുതെന്ന് പറഞ്ഞ് നിഷേധിച്ചത്. പാടില്ല എന്ന് പറഞ്ഞത് മദ്യമാണ്. പക്ഷേ ആ മദ്യം കുടിക്കാനാണ് മനുഷ്യന്മാർക്ക് ഇഷ്ടം. വേറൊന്നും കുടിക്കരുതെന്ന് കാര്യമായി പറഞ്ഞിട്ടില്ല, അല്ലേ? മദ്യം കുടിക്കരുതെന്നാണ് പറഞ്ഞത്. അത് കുടിക്കരുതെന്ന് പറഞ്ഞ മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. പക്ഷേ ആഘോഷങ്ങൾ വരുമ്പോൾ അത് കുടിച്ച് അതിൻ്റെ കണക്ക് വരുമ്പോൾ ഏറ്റവും നമ്പർ 1 മുസ്ലിം ഭൂരിപക്ഷ മേഖലയായി ഇന്ന് മാറുന്നത് കണക്കുകളിൽ നമ്മൾ കാണുകയാണ്. ദേഹേച്ഛയെ ബ്ലോക്ക് ചെയ്യുക,
അങ്ങനെയുള്ള ആളുകൾക്കാണ് നിർഭയത്വത്തിൻ്റെ സ്വർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. ആത്മവിശുദ്ധി ഓരോരുത്തരും നേടിയെടുക്കേണ്ടത് 2 രൂപത്തിലാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒന്ന്, തത്വഹീറുൻ നഫ്സി മിൻ അംറാലിഹാ വ അഖ്ലാഖിഹാ അർറദീല, മ്ലേച്ഛമായ സ്വഭാവങ്ങളിൽ നിന്ന്, മ്ലേച്ഛമായ രീതികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് നമ്മുടെ നഫ്സിനെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കണം. എന്നിട്ടോ മിൽ ഉഹാബിൽ അഖ്ലാഖിൽ ഫാദില, അനുഗ്രഹീതമായ മഹോന്നതമായ സ്വഭാവ ഗുണങ്ങളെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇട്ടുകൊടുക്കണം, നിറച്ചു കൊടുക്കണം. അപ്പോൾ ഫൽ അഖ്ലാഖുർ റസീല, മ്ലേച്ഛമായ സ്വഭാവ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതിലൊന്നാമതായി എണ്ണപ്പെടുന്നത് മിസ്ല ശിർക്ക് വരിയ വൽ കിബ്ർ വൽ ബുഗ്ൾ വൽ ഹസദ് വശുഹ് വൽ ബുഖൽ എന്നിങ്ങനെ എണ്ണുകയാണ്. ഷിർക്ക് മുതൽ അങ്ങോട്ട് ഷിർക്ക്, ലോകമാന്യത, അഹങ്കാരം, വെറുപ്പ്, അസൂയ, പിശുക്ക്, അങ്ങനെ തുടങ്ങി അൽ വൽ ഹിർസു അല ദുനിയ, പണ്ഡിതന്മാർ എണ്ണുകയാണ് ദുനിയാവിനോട് തീരാത്ത അത്യാർത്തി, അതിമോഹം. ഇതെല്ലാം മനുഷ്യന്റെ മനസ്സുകളെ മലിനമാക്കുന്ന ദുസ്വഭാവങ്ങളാണ് എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്ത്? ഒരു മനുഷ്യൻ വയസ്സാകും തോറും നമ്മൾ വിചാരിക്കും അവൻ്റെ മോഹങ്ങൾ തീരുകയാണ്, അവൻ്റെ മോഹങ്ങൾ അസ്തമിക്കുകയാണ്. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് എത്തുന്തോറും യശുബ്, അവൻ്റെ മനസ്സ് 2 കാര്യങ്ങളിൽ യുവത്വം പ്രാപിച്ചു കൊണ്ടിരിക്കും. ഒന്ന്, ഇനിയും ഒരുപാട് ജീവിക്കണം. വയസ്സായി വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന ആളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയാൾ വിചാരിക്കുന്നുണ്ടാവും പെട്ടെന്നൊന്ന് മരിച്ചു കിട്ടിയാൽ മതി. അങ്ങനെയല്ല, അയാൾ വിചാരിക്കുന്നത് ഇനിയും ഒരുപാട് കാലം ജീവിക്കണമെന്നാണ്. പിന്നെയോ അയാളുടെ കാലം കഴിഞ്ഞല്ല, ഷുഗറാണ്, പ്രഷറാണ്, പൊരിച്ചതൊന്നും തിന്നാൻ പറ്റില്ല, മധുരമുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല, പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഇനി അയാൾക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല, എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷേ ഇനിയും ഒരുപാട് കാലം ജീവിക്കണം, അതുപോലെ സമ്പത്തുണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, മോഹം തീരുന്നില്ല, ഇനിയും ഒരുപാട് പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മനുഷ്യന്മാരുടെ സ്വഭാവത്തിൽ, അവൻ്റെ മനസ്സിൽ ഇങ്ങനെ യുവത്വം പ്രാപിച്ചു കൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കറിയാം, ലോകത്ത് നടന്ന ആദ്യത്തെ കൊലപാതകം എന്ന് പറയുന്നത് അസൂയയുടെ വിഷയത്തിലായിരുന്നു. ആ ചരിത്രം നമ്മളിവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അസൂയയായിരുന്നു. പിശാചിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് അഹങ്കാരമായിരുന്നു, അസൂയയായിരുന്നു. ഇത്തരം മ്ലേച്ഛമായ മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കാൻ ഇസ്ലാം ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ വമിൽ ഉഹ എന്ത്? ആ മനസ്സിൽ നിറയ്ക്കണം ബിൽ അഖ്ലാഖിൽ ഫാദില, അനുഗ്രഹീതമായ സ്വഭാവ ഗുണങ്ങളെ ആ മനസ്സിലിട്ട് നിറയ്ക്കണം എന്നുള്ളതാണ്. അതിലൊന്നാമതായി എണ്ണപ്പെടുന്നത് തൗഹീദാണ്. അള്ളാഹുവിനെ തിരിച്ചറിയുക, റബ്ബാരാണെന്ന് മനസ്സിലാക്കുക, അവൻ്റെ സ്ഥാനം എന്താണെന്ന് അറിയുക. വൽ ഇഖ്ലാസ്, ആത്മാർത്ഥത, വസ്സബ്ർ, ക്ഷമയുണ്ടാവുക, വത്തവക്കുൽ, തവക്കുലുണ്ടാവുക, വൽ ഇനാബത്ത് വത്തൗബ, ഒരു തെറ്റ് സംഭവിച്ചാൽ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി വാശി പിടിച്ചു നിൽക്കാതെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ തയ്യാറാവുക. വശുക്ർ, അള്ളാഹുവിൻ്റെ ചെറിയൊരു നിഅമത്ത് കിട്ടിയാൽ പോലും ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിൽ പരിതപിക്കാതെ, ആവലാദികൾ പറയാതെ, അള്ളാഹുവിൻ്റെ ചെറിയൊരു അനുഗ്രഹം അനുഭവിക്കുമ്പോൾ പോലും മനസ്സറിഞ്ഞ് ശുക്ർ രേഖപ്പെടുത്തുക. വൽ ഖൗഫി വർ റജാ, അള്ളാഹുവിനെ ഭയപ്പെടുക. അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ വഹുസ്നുൽ ഖുൽഖ്, ഏറ്റവും മാന്യമായ സ്വഭാവത്തിൻ്റെ ഉടമയാവുക. ഫിത്തആമുലി മഅൻ നാസി, ജനങ്ങളുമായി ഇടപഴകുമ്പോൾ, അതുപോലെ നന്മകൾ കൽപ്പിക്കുമ്പോൾ, തിന്മകൾ വിലക്കുമ്പോൾ, അങ്ങനെ എല്ലാ നിലയ്ക്കും അള്ളാഹുവിന് പൂർണ്ണമായി വിധേയമാക്കി നല്ല സ്വഭാവങ്ങൾ കൊണ്ട് മനസ്സ് നിറയ്ക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുകയാണ്. ആ നിലയ്ക്ക് പൂർണ്ണമായ ഒരു തസ്കിയത്ത് നേടിയെടുക്കാൻ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഒരു ചികിത്സ ആവശ്യം വരുമ്പോൾ ഒരു രോഗി ചികിത്സ തേടി ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത് പോലെ, ഹോസ്പിറ്റലുകൾ അന്വേഷിച്ചു പോകുന്നത് പോലെ, ഉലമാക്കൾ പറയുന്നു, നമ്മുടെ ദുശ്ശീലങ്ങളെയും നമ്മുടെ ദുസ്വഭാവങ്ങളെയും നീക്കം ചെയ്യാൻ നിരന്തരം നമ്മൾ ചികിത്സിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ചികിത്സ നടത്താത്ത ഒരു രോഗി മരണത്തിലേക്ക് നടന്നെടുക്കുന്നത് പോലെ മനഃശുദ്ധീകരണത്തിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സ് മരിച്ചു പോകും എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. ശരീഅത്തിന്റെ, നമ്മുടെ മതത്തിൻ്റെ നിയമങ്ങളെ,
അടിമുടി അംഗീകരിക്കാനും അതിന് വിധേയപ്പെടാനുമുള്ള മനസ്സാണ് ആത്മവിശുദ്ധിയുടെ മിഫ്താഹ്, താക്കോൽ എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഫർളുകളിൽ കൃത്യമായ സൂക്ഷ്മതയുണ്ടാവണം, ജാഗ്രതയുണ്ടാവണം. അതുപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങളിൽ ആവേശമുണ്ടാവണം, അതിനോടുള്ള ഇഷ്ടമുണ്ടാവണം. നമുക്കറിയാം, ജമാഅത്ത് നമസ്കാരങ്ങൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. സുബഹിയുടെ ജമാഅത്ത് അല്ലേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന് വെളിച്ചം പകരുന്ന, അന്നേ ദിവസം അവന് സംരക്ഷണം നൽകുന്ന ഒന്നാണ്. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പോയി സുബഹി നമസ്കരിക്കുക എന്നുള്ളത്. അങ്ങനെ തുടങ്ങി ഫർളായ കാര്യങ്ങളിലെല്ലാം കൃത്യമായ ജാഗ്രതയുണ്ടാവുക. സുന്നത്തായ കാര്യങ്ങൾ അതൊരു സുന്നത്തല്ലേ എന്ന നിലയ്ക്കതിനെ നമ്മൾ അവഗണിക്കാതിരിക്കുക. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനൊരു വെളിച്ചമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നൂറ് നമുക്ക് നമ്മുടെ മനസ്സിൽ ഇട്ടുതരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ നൂറ് അത് വല്ലാത്തൊരു ചൈതന്യമാണ്, അത് നഷ്ടപ്പെടുത്താതിരിക്കുക. സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ സാധിക്കുമെങ്കിൽ ചിലരങ്ങനെയാണ്, ഫർളേ എടുക്കൂ. എത്ര സുന്നത്ത് നോമ്പെടുക്കാനുള്ള സാഹചര്യം ഒത്തു വന്നാലും അതിനോട് നോ പറയും. പ്രിയമുള്ളവരെ, ഒരു സുന്നത്ത് നോമ്പെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നരകത്തിൽ നിന്ന് 70 വർഷം അവൻ അകറ്റപ്പെടുകയാണ്. നരകത്തിൽ നിന്ന് 70 വർഷം ഒരാൾ അകറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഇത്തരം ഹദീസുകളെയൊക്കെ മനസ്സറിഞ്ഞ് ഉൾക്കൊള്ളുമ്പോൾ സുന്നത്ത് നോമ്പുകൾ ഒരിക്കലും ഒഴിവാക്കാൻ നമുക്ക് തോന്നുകയില്ല. സുന്നത്ത് നോമ്പുകൾ എടുക്കുക. അതുപോലെ തന്നെ കൊടുക്കാനൊന്നുമില്ലെങ്കിലും ഉള്ളതനുസരിച്ച് നമ്മൾ കൊടുക്കാൻ തയ്യാറാവുക. ഇതൊക്കെ നമ്മുടെ മനസ്സിന് ശുദ്ധി നൽകുന്ന കാര്യങ്ങളാണ്, വിശുദ്ധി നൽകുന്ന കാര്യങ്ങൾ. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, കൊടുക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. ഇല്ലായ്മയിൽ എടുത്തു കൊടുക്കുന്ന 100 ഫിൽസ് ഒരു പക്ഷേ ഉള്ളവൻ 1000 ദിനാറ് കൊടുക്കുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബുഹു. എൻ്റെ ഒരു ദാസൻ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, അങ്ങനെ ഞാൻ അവനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടും. അള്ളാഹിന്റെ ഇഷ്ടം ഒരാൾക്ക് കിട്ടിയാൽ പിന്നെ ആരുടെ ഇഷ്ടം കിട്ടിയില്ലെങ്കിൽ എന്താ പ്രിയമുള്ള സഹോദരങ്ങളെ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ഐശ്ചിക കാര്യങ്ങളുമായി നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നൽ ഖുലൂബ ലതസ്ദഉ. തീർച്ചയായും നമ്മുടെ മനസ്സുകൾക്ക് തുരുമ്പെടുക്കും. കമാ യസ്ദഉൽ ഹദീദ്. ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ നമ്മുടെ മനസ്സുകൾക്ക് തുരുമ്പ് പിടിക്കും. ഖീല വമാ ജലാഉഹ. നബിയെ, ആ തുരുമ്പ് കത്തിച്ചു കളയാനുള്ള മാർഗം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് തിലാവത്തുൽ ഖുർആൻ. നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഉണർത്തിയത് ഓർക്കുകയാണ്. ഒരു മുൻഗാമിയായ ഒരു സലഫ് പണ്ഡിതൻ, അദ്ദേഹം ഇരുന്ന് കരയുകയാണ്. കടന്നു വന്ന ആൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ കരയുന്നത്? ഞാൻ ഇന്നലെ ഓതി തീർക്കേണ്ട ഖുർആനിന്റെ ഒരു ഭാഗം എനിക്ക് ഇന്നലെ ഓതി തീർക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ അതിനൊരു കാരണവും പറഞ്ഞു. ഒരുപക്ഷെ ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റായിരിക്കാം ഇന്നലെ എനിക്ക് ആ ഓതേണ്ട ഭാഗം ഓതി തീർക്കാതിരിക്കാൻ നിമിത്തമായി തീർന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? തിലാവത്തുൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഓതിക്കൊണ്ടേയിരിക്കുക. വദിക്റുൽ മൗത്ത്, മരണത്തെ പറ്റി എപ്പോഴും ചിന്തിക്കുക. നാളെ ഞാൻ മരിച്ചാൽ എവിടായിരിക്കും? എൻ്റെ ജീവിതം തൃപ്തികരമാണോ? എൻ്റെ റബ്ബിലേക്ക് തൃപ്തിയോടുകൂടിയാണോ ഞാൻ മടങ്ങുന്നത് എന്നുള്ള ചോദ്യം നിരന്തരം നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക. 6 അടി മണ്ണിൽ ചെന്ന് കിടക്കുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യയില്ല, സ്നേഹിക്കുന്ന മക്കളില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രം. ആ ഖബറിനെ നിറയ്ക്കാൻ, നമ്മുടെ മീസാനെ നിറയ്ക്കാനുള്ള സൽക്കർമ്മങ്ങളുമായിട്ടാണോ നമ്മൾ മടങ്ങുന്നത് എന്ന ചിന്ത പ്രിയമുള്ളവരെ ഉണ്ടാവണം. ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ആത്മവിശുദ്ധിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് സൂചിപ്പിച്ച ഈ കാര്യങ്ങൾ ഓരോന്നും നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. പറഞ്ഞ എനിക്കും കേട്ട നമുക്ക് ഓരോരുത്തർക്കും ഈ പറഞ്ഞ കാര്യങ്ങളെ
പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ ഈമാനോടുകൂടി ജീവിച്ച് യഥാർത്ഥ ഈമാനോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തിരിച്ചു വിളിക്കുന്ന സമയത്ത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നന്മ ചെയ്യുന്ന വേളയിൽ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. വസ്സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.